കണ്ണൂരിൽ ആശുപത്രിയിൽ മന്ത്രി വീണ ജോർജിനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. KSU പ്രതിഷേധത്തിൽ പരിക്കേറ്റ മന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. മന്ത്രി വീണ ജോർജിനെതിരെ KSUക്കാർ നടത്തിയ ആക്രമണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU ആക്രമണം കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത്. അവിടെ ഉണ്ടായത് ഏതെങ്കിലും പ്രതിഷേധ പ്രകടനമല്ല, ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ്. പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയാണിത്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയാണ് കേരളത്തിലേത്. അത് എല്ലാ ഔദ്യോഗിക ഏജൻസികളും അംഗീകരിച്ചതുമാണ്. എന്നിട്ടും ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച അതിൽ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മന്ത്രിക്കെതിരെ ആക്രമണം നടത്തുന്നതിനെ രാഷ്ട്രീയമായിട്ടല്ല, രാഷ്ട്രീയ ആഭാസമായിട്ടാണ് കാണാൻ കഴിയുക എന്നും മുഖ്യമന്ത്രി പറയുന്നു. തങ്ങളുടെ അനുയായികളെ കയറൂരിവിട്ട് നാട്ടിലെ ക്രമസമാധാനം തകർക്കാമെന്നോ കലാപമുണ്ടാക്കാമെന്നോ കോൺഗ്രസ് നേതൃത്വം കരുതരുത്. ഇതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെയും UDF മുന്നണിയുടെയും നേതൃത്വത്തിന് തന്നെയാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന അവരുടെ ശൈലിയുടെ പ്രതിഫലനമാണ് KSU ആക്രമണങ്ങളിലൂടെ പുറത്തു വന്നത് എന്നതും ഇത് അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്നും മുഖ്യമന്ത്രി തന്റെ പ്രസ്താവനയിൽ പറയുന്നു. അതിരൂക്ഷമായിട്ടാണ് മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിലെ മന്ത്രിക്ക് നേരെ KSUവിന്റെ ആക്രമണത്തെ നടന്നപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനെ പ്രതിഷേധമായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല. അക്രമി സംഘങ്ങളെ അഴിച്ചുവിട്ട് കേരളത്തിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിനു പിന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വവും UDFന്റെ നേതൃത്വമുണ്ട് എന്നതും മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങളുടെ അനുയായികളെ കയറൂരിവിട്ട് നാട്ടിലെ ക്രമസമാധാനം തകർക്കാമെന്നോ കലാപമുണ്ടാക്കാമെന്നോ കോൺഗ്രസ് നേതൃത്വം കരുതരുത് എന്ന ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിഷേധ കുറിപ്പ് വന്നിരിക്കുന്നത്. ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ആക്രമണം നേരിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നും പരിക്കേറ്റത് എവിടെയാണെന്നെല്ലാം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ അടക്കം കണ്ടത്. ഇപ്പോഴും ഒരു ബോക്സിൽ കാണുന്നത് മുഖ്യമന്ത്രിയുമായി മന്ത്രി വീണ ജോർജ് സംസാരിക്കുന്നതാണ്. മന്ത്രി വീണ ജോർജ് ഇപ്പോൾ അവിടെ കണ്ണൂരിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൈക്കും കഴുത്തിനുമാണ് മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും മന്ത്രി വീണ ജോർജിന് നേരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രമേശ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിൽ മന്ത്രിയെ ഇപ്പോൾ ICUലേക്ക് മാറ്റുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. കഴുത്തിന് ഗുരുതരമായ പരിക്കാണുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത്രയും നിഷ്ഠൂരമായ ഒരു ആക്രമണം നടന്നിട്ടുണ്ടാവില്ല. പ്രതിഷേധങ്ങളും ഒക്കെ പലതും കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വനിതാ മന്ത്രിയെ കായികമായി കടന്നാക്രമിക്കുക, ഗുരുതരമായ പരിക്കേൽപ്പിക്കുക കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ അറിവോടുകൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വീട്ടിന് നേരെ റീത്ത് വെച്ചതാണ്. ആ റീത്ത് വെച്ചതിൻ്റെ തുടർച്ചയായിട്ടാണോ മന്ത്രിയെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം. റീത്ത് വെച്ചതിൻ്റെ തുടർച്ചയായി മന്ത്രിയെ അപായപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഈ കടന്നാക്രമണം? കേരളത്തിലെ ആരോഗ്യ മേഖല
ലോകത്തിന് മാതൃകയായ വിധത്തിൽ വളർത്തിയെടുത്തതാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നണി ഗവൺമെന്റും ആ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ചെയ്തത്? നമ്മളിപ്പോൾ ഇവിടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ്. ഈ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബ് ഉൾപ്പെടെ അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നതാണോ ഇടതുപക്ഷ മന്ത്രി ചെയ്ത കുറ്റം? കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, പ്രാഥമിക ആശുപത്രികൾ ഇതിനെല്ലാം ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയതാണോ മന്ത്രി ചെയ്ത കുറ്റം? ഇവിടെ അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള കടന്നാക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ മേലെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു അക്രമം നടന്നിട്ടുള്ളത്. ഇത് ആസൂത്രിതമായ അക്രമമാണ്. ഈ ആസൂത്രിതമായ അക്രമം നടത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് മന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലും നാട്ടിലാകെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPIMൻ്റെയും പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ ശക്തമായ പ്രതിഷേധം CPIM രേഖപ്പെടുത്തുകയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രതികരണമാണ് വന്നത്. മന്ത്രിയെ ഇപ്പോൾ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും KK രാഗേഷ് അറിയിച്ചു. മന്ത്രിയുടെ കഴുത്തിനേറ്റ പരിക്ക് ഗുരുതരമാണ്, അതുകൊണ്ടാണ് മന്ത്രിയെ ICUവിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നതുകൂടി KK രാഗേഷ് അറിയിച്ചിരിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നതുകൂടി KK രാഗേഷ് പറയുന്നു. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറിയാണ്. കണ്ണൂരിൽ വെച്ചാണ്, മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പരിക്ക് മന്ത്രിക്കുണ്ടായത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വനിതാ മന്ത്രിക്ക് ഈ തരത്തിൽ ഒരു പ്രതിഷേധത്തിൽ പരിക്കേൽക്കുന്ന പതിവ് അല്ലെങ്കിൽ വനിതാ മന്ത്രിയെ ആക്രമിക്കുന്ന പതിവ് ഉണ്ടായിട്ടില്ല എന്നതും പ്രത്യേകമായി തന്നെ KK രാഗേഷ് എടുത്തു പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ പ്രതിഷേധ ചരിത്രത്തിലൊക്കെ അത്യപൂർവമായി മാത്രമാണ് ഈ തരത്തിലേക്ക് മന്ത്രിമാർക്ക് നേരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെയൊക്കെ ശാരീരികമായി പരിക്കേൽക്കുന്ന അവസരം. മുമ്പ് ഉമ്മൻചാണ്ടിക്ക് നേരെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എറിഞ്ഞ കല്ല് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൊണ്ടിരുന്നു. ആ തരത്തിലേക്കുള്ള അപൂർവമായ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് മന്ത്രിമാർക്ക് നേരെ ഈ തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മന്ത്രി വീണ ജോർജിന് നേരെയാണ് ഈ തരത്തിൽ ആക്രമണം ഉണ്ടായത്. KSUവിൻ്റെ കരിങ്കൊടി കാണിക്കാൻ വന്ന പ്രവർത്തകരാണ് മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചത്. ആ തത്സമയ നേരത്തെ ആക്രമണ സമയത്തുണ്ടായ ദൃശ്യങ്ങളാണ് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് തനിക്ക് ആക്രമണം ഏറ്റു എന്ന വിവരം മുഖ്യമന്ത്രിയെ വിളിച്ചറിയിക്കുകയാണ് മന്ത്രി വീണ ജോർജ്. ഇപ്പോൾ മന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ICUവിലാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. മന്ത്രിമാർ ഓരോരുത്തരായി അതീവ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.